ഇറാന്റെ ഓരോ ചാണക്യന്മാരെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ തന്ത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇറാൻ ഭരണകൂടം വിറച്ചിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇനി ആരായിരിക്കും ആ ചാവേറാകാൻ പോവുക എന്ന മട്ടിലാണ് ഭരണാധികാരിയായി ഓരോ കാര്യങ്ങളും തലയിലേറ്റുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്. അതായത് ഇറാന്റെ ഭരണം ഏൽക്കുകയാണെങ്കിൽ അടുത്ത ദിവസമോ മരണമുറപ്പ് എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആഗോള ഇന്ധന വിപണിയെ ഞെട്ടിച്ചുകൊണ്ട് ഖത്തറിലെ റാസ് ലഫാനിൽ വൻ മിസൈൽ ആക്രമണവുമായി ഇറാൻ രംഗത്തു വരികയാണ്. പ്രതിരോധ തലവൻ അലി ലാരിജാനിയെ വധിച്ചതിൽ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് നടുക്കുന്ന ഈ ആക്രമണം ഉണ്ടായത്. നിലത്ത് വീഴുന്ന ഓരോ തുള്ളിച്ചോരയ്ക്കും വിലയുണ്ടെന്നും അമേരിക്കയും ഇസ്രയേലും ആ വില നൽകേണ്ടി വരുമെന്നായിരുന്നു മുസ്തഫ ഖമനേയിയുടെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഒക്കെ തന്നെ വാക്കുകൾ പ്രചരിക്കുന്നത്. ഇസ്ലാമിക സംവിധാനം എന്ന വൃക്ഷത്തിന് ചുവട്ടിൽ ചീന്തേണ്ടി വന്ന ലാരിജാനിയുടെ രക്തം ഊർജം പകരുമെന്നും കുറ്റവാളികൾ ചൊരിഞ്ഞ രക്തത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നും മുസ്തഫ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഖത്തറിലെ സുപ്രധാന ഇന്ധന കേന്ദ്രമായ റാസ് ലഫാൻ നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇത് മധ്യപൂർവ്വ ദേശത്തും ഊർജ വിപണിയിലും വലിയ ഭീതിയാണ് വിതച്ചിരിക്കുന്നത്. നാളിന്നു വരെ ഇസ്രായേലിനും US വ്യോമതാവളങ്ങൾക്കും നേരെ മാത്രമാണ് ഇറാൻ ആക്രമണം നടത്തി വന്നത്. എന്നാൽ പാർസിലെ ഇന്ധന കേന്ദ്രത്തിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാൻ നിലപാട് മാറ്റുകയായിരുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളോട് ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാൻ തുറന്നടിച്ചിരിക്കുകയാണ്. റാസ് ലഫാന് പുറമെ ജുബൈൽ പെട്രോ കെമിക്കൽ കോംപ്ലക്സ്, അൽ ഹോസസ് ഗ്യാസ് ഫീൽഡ്, മൊസായിദ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് എന്നിവിടങ്ങളും ആക്രമിക്കപ്പെടുമെന്നും മുന്നറിയിപ്പിലുണ്ട്. ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ വല്ലാതെ തന്നെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. റാസ് ലഫാനിൽ വലിയ തീപിടുത്തം ഉണ്ടായെന്നും നികത്താനാവാത്ത നാശനഷ്ടം സംഭവിച്ചുവെന്നും ഖത്തർ വ്യക്തമാക്കി. അടിയന്തര സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചതോടുകൂടിയാണ് വൻ ദുരന്തം ഒഴിവായത്. ലോകത്തെ തന്നെ തന്ത്രപ്രധാന LNG ഹബ്ബാണ് ഇവിടം. അതേസമയം മിസൈൽ ആക്രമണത്തിൽ ആളപായമില്ലെന്നും അധികൃതർ അറിയിച്ചു. അങ്ങേയറ്റം ക്രൂരമായ നടപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് തുറന്നടിച്ച് ഖത്തർ ആക്രമണത്തെ അപലപിക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഖത്തറിന്റെ പരമാധികാരത്തിനും ദേശീയ സുരക്ഷയ്ക്കും മേലുള്ള കടന്നുകയറ്റമാണിതെന്നും രാജ്യാന്തര സമാധാനത്തിന് തന്നെ ഭീഷണിയാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പിന്നാലെ ഇറാന്റെ മിലിറ്ററി അറ്റാഷെ, സെക്യൂരിറ്റി അറ്റാഷെ, മറ്റ് 2 സ്റ്റാഫുകൾ എന്നിവരെ ഖത്തർ പുറത്താക്കി. 24 മണിക്കൂറിനകം ഇവരോട് രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഖത്തർ വ്യക്തമാക്കി. ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡാണ് സൗത്ത് പാർസിലേത്. ഇറാനിലെ ഗാർഹിക ആവശ്യത്തിനുള്ള വാതകത്തിന്റെ 70% ഇവിടെ നിന്നാണ് ഉള്ളത്. അത്തരമൊരു തന്ത്രപ്രധാന സ്ഥലത്ത് ആക്രമണം നടത്തുക വഴി ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും ഊർജ വിതരണ ശൃംഖലയെയും കയറ്റുമതി രംഗത്തെയുമാണ് അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചത്. വലിയ പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടായേക്കുമെന്ന് UAE ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖത്തറിനെതിരെ ഇനിയും ആക്രമണത്തിന് തുനിഞ്ഞാൽ പാഴ്സ് ബാക്കിയുണ്ടാവില്ല എന്ന് ഇറാന്റെ ഊർജ കേന്ദ്രങ്ങളെ തീർത്തു കളയുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിക്കഴിഞ്ഞു. സൗത്ത് പാർസിൽ ഇനി ഇസ്രായേൽ ആക്രമണം നടത്തില്ല. പക്ഷേ ഖത്തറിനെതിരെ ഇനിയും ഇറാൻ ആക്രമണം നടത്തിയാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആക്രമണം ഇറാൻ നേരിടേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇറാനിലെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയെ ഇസ്രായേൽ വധിച്ചതായി ഇറാൻ ഭരണകൂടം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ ഉയരുന്ന ചോദ്യം ഇറാനെ ഈ കൊലപാതകം ദോഷകരമായി ബാധിക്കുമോ എന്നാണ്. ഫെബ്രുവരി 28-ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറിയായ ലാരിജാനി ഭരണകൂടത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായിരുന്നു. ഖമനേയിയുടെ മരണശേഷം ഇറാനിലെ യഥാർത്ഥ നേതാവായി പലരും അദ്ദേഹത്തെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇസ്ലാമിക വിപ്ലവം അവകാശപ്പെടുകയും അത് തുടരുകയും ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു ലാരിജാനിയെ ഖമനേയി കണ്ടിരുന്നത്. രാജ്യത്തെ പ്രമുഖ പുരോഹിത കുടുംബങ്ങളിൽ നിന്നുള്ള അംഗമായ ലാരിജാനി ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ നേതൃത്വം വഹിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. അമേരിക്കയുമായി ഒരു ആണവ കരാറിലെത്താനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചിരുന്നു. ജനുവരിയിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ ശക്തമായ അടിച്ചമർത്തലിന് വ്യക്തിപരമായി നേതൃത്വം നൽകിയത് ലാരിജാനിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ ജനതയുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മറുപടിയായി ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത അദ്ദേഹത്തെ ഇറാൻ നേതാക്കളിൽ ഒരാളാണ് ലാരിജാനി. US ട്രഷറി അദ്ദേഹത്തിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.
ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിലെ മുൻ അംഗമായിരുന്ന ലാരിജാനി 2025 മുതൽ 2007 വരെ മുഖ്യ ആണവ ചർച്ചയുടെ മധ്യസ്ഥനായിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണമാണ് അവകാശമാണെന്ന് ഇറാൻ പറയുന്നതിനെ ലാരിജാനി എപ്പോഴും ന്യായീകരിച്ചിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇറാനോട് എടുത്ത നിലപാടുകളെ അദ്ദേഹം പരസ്യമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 2005 അദ്ദേഹം ആദ്യമായി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ തലവനായി. 2006 രണ്ടാം ലബനൻ യുദ്ധത്തിന് കാരണമായ ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന്റെ സൂത്രധാരൻ അദ്ദേഹമാണെന്ന് പ്രസിഡന്റ് ഐസക് ഹെർസോഡ് ആരോപിച്ചിരുന്നു. ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ളയ്ക്ക് ഇക്കാര്യത്തിൽ ഉപദേശം നൽകാനായി ലാരിജാനി ലബനനിൽ പോയിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2008 മുതൽ 2020 വരെ ലാരിജാനി പാർലമെന്റ് സ്പീക്കറുമായിരുന്നു. ആ കാലയളവിൽ ഇറാൻ 2015 US-ഉമായി മറ്റ് 5 ശക്തികളുമായി ഒരു ആണവ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. 2005 അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് 2021 2024 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും ജീവിതശൈലി നിലവാരവും വിദേശത്തുള്ള കുടുംബ ബന്ധങ്ങളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഗാർഡിയൻ കൗൺസിൽ 2 തവണയും അദ്ദേഹത്തെ വിലക്കി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ വ്യോമ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ ലാരിജാനി വീണ്ടും SNCയുടെ സെക്രട്ടറിയായി നിയമിതനായി. റഷ്യയുടെ പലവട്ടം ചർച്ച നടത്തിയതായി ഖമേനെയി അറിയിച്ചതും ലാരിജാനിയെ ആയിരുന്നു. ഇറാനിൽ ഇപ്പോൾ കാര്യങ്ങൾ ആരാണ് നയിക്കുന്നതെന്ന് വ്യക്തമല്ല. ഖമേനെയുടെ മകൻ മുസ്തഫ ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തിന് കാരണമായ വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റതായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം മുസ്തഫയെ ആരും കണ്ടിട്ടേയില്ല. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്തിലേക്ക് നയിക്കുമെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ലാരിജാനിയുടെ കൊലപാതകം ഇറാൻ പ്രതിഷേധക്കാരെ വീണ്ടും തെരുവിലിറക്കാൻ കാരണമാകുമോ എന്നും അറിയില്ല.